ഹലോ കൂട്ടുകാരെ, വിശ്വാസം അതാണ് ഇന്നത്തെ ടോപ്പിക്. നമുക്കൊക്കെയും പലതരത്തിൽ നമ്മുടെ കഴിവുകളെക്കുറിച്ച് വിശ്വാസമാണ്, പക്ഷേ ചെയ്യാൻ എന്തൊക്കെയോ ഒരു പേടി അല്ലേ? ഇവിടെയാണ് എലിഫൻറ്റ് ഡ്രോപ്പ് തിയറി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ കുട്ടിയാനെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അതിനൊരു ചെറിയ തടിക്കഷ്ണത്തിൽ ഒരു ചെറിയ കയറിലായിരിക്കും കെട്ടിയിട്ടുണ്ടാവുക. പക്ഷേ അത് കുറച്ചൊക്കെ വലിച്ചു നോക്കിയിട്ടുണ്ടാവും ആദ്യമൊക്കെ, പക്ഷേ പറ്റില്ല. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടിയാനെ ആയിരിക്കുമ്പോഴുള്ള ആ ഒരു വിശ്വാസം, എനിക്കിത് പൊട്ടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമാണ് അത് വളർന്നു കഴിയുമ്പോഴും അതിന് മനസ്സിലുണ്ടാവുക. സോ അതിനെ ചെറിയ കയറിൽ തന്നെ ആയിരിക്കും വളർന്നു കഴിയുമ്പോഴും കെട്ടിയിട്ടുണ്ടാവുക. സോ നമുക്കതൊരു ചെറുതല്ല, പക്ഷേ എങ്കിൽ പോലും ആ കയറിൽ കെട്ടിയിട്ടിരിക്കുമ്പോൾ ആ ആനയെ അതിൻ്റെ വലുപ്പത്തെക്കുറിച്ച് നമുക്കറിയാം. പക്ഷേ നിസ്സാര നിമിഷം കൊണ്ട് അതിനെ ആ കയറ് പൊട്ടിച്ച് എടുത്ത് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ആ ഒരു വിശ്വാസം അവിടെ കിടപ്പുണ്ട്, എന്നെക്കൊണ്ട് ഇതിന് പറ്റില്ലല്ലോ, ബിക്കോസ് അതിനെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെയാണ് അല്ലേ? ഇതുപോലെയൊക്കെയാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ കഴിവുകളിലുള്ള വിശ്വാസക്കുറവ്, ഇതൊക്കെയാണ് നമ്മളെ തളച്ചിട്ടിരിക്കുന്നത്. ഒരിക്കലും നിങ്ങളെ തളർത്താൻ പാടില്ലാത്തതും അതുതന്നെയാണ്. തളച്ചിട്ടിരിക്കുന്ന കഴിവുകളിലല്ല, ആ വിശ്വാസങ്ങളെ മാറ്റി നിർത്തി നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരിത്, പരാജയ ഭീതിയാവട്ടെ, മുന്നോട്ട് വരാൻ സാധിക്കില്ല എന്ന തോന്നലാവട്ടെ, ഇതൊക്കെ നമ്മുടെ വിശ്വാസക്കുറവാണ്. സോ ഇനിയെങ്കിലും ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ആർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും കാത്തിരിക്കുന്നില്ല. സോ നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവരിക, ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം സക്സസ്സിന് വേണ്ടി പരിശ്രമിക്കുക. സ്റ്റേ ഹാപ്പി.